ഇപ്പോൾ ജൂണായി ഇവിടെ. ജൂൺ ആദ്യമാണ്. ജൂൺ 1-ാം തീയതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ന് നമുക്കൊരു ഗാർഡൻ അപ്ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് എന്നറിയാലോ. ഇത് ഓർണമെൻ്റൽ പ്ലം ആണ്. അപ്പം ഇതിൻ്റെ ഇലയും പിന്നെ കായയും കൂടി കാണുന്നില്ല. കണ്ടു, ഇതാ. കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ടുണ്ടോ? പക്ഷെ പുളിയുണ്ട്, കുറച്ചും കൂടി കഴിയണം. പക്ഷെ ഇത് നമ്മള് ഓർണമെന്റൽ ആയതുകൊണ്ട് അധികം ഭംഗിക്കുള്ളതാണ് അല്ലേ? ഇതിലൊക്കെ നിറച്ചുണ്ടല്ലോ. ഈ ഓർണമെന്റൽ പ്ലമ്മിന് നിറച്ച് പ്ലം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇലയും കായയും കൂടി അറിയുന്നില്ല. ഒരേ കളറായതുകൊണ്ട് ഇലയും കായയും കൂടി അറിയുന്നില്ല. വളരെ ചെറുതാകുമ്പോൾ അത് അരിനെല്ലിക്ക് മധുരം ഉണ്ടായിരുന്നു. ഉപ്പിലിടാനൊക്കെ പറ്റുന്ന നല്ല മധുരം ഉണ്ടാവും. പക്ഷെ ഒരു നമ്മുടെ നെല്ലിക്കയുടെ വലിപ്പം വരുള്ളൂ. വേറൊരു പ്ലം ട്രീ ആണ്. ഇതിൽ നിറച്ച് പ്ലം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കുറേശ്ശെ ഒരു കളർ മാറുന്നുണ്ട് ഇതിന്. അത് പച്ചയായിട്ടേ ഉള്ളൂ. അപ്പം താഴത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ എപ്പോഴും മനസ്സിലാവാതെ ഇത് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കളർ മാറും. ഒരു ബ്രൗൺ കളറാവും അല്ലേ? അപ്പൊ പ്ലമ്മിന്റെ കളർ ഒരു ബർഗാൻഡി കളറാവും. ബർഗാൻഡി കളറാവും. നല്ലൊരു രസമുള്ള പൂവാണ്. പർപ്പിൾ കളറിലുള്ള പൂവാണ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടെന്താ വെച്ചാൽ ഇത് ധാരാളം ബീസ് വരുന്നുണ്ട്. ധാരാളം ബീസ് വരും. അപ്പം നമ്മൾ ബാക്കിയുള്ള ഇതിനൊക്കെ അപ്പം തന്നെ എവിടെയൊക്കെ തന്നെ കണ്ടില്ലേ? ധാരാളം കണ്ടില്ലേ? ധാരാളം ഉണ്ട് ബീസ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഫ്ലവേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പം അതിങ്ങനെ നിൽക്കുന്നുണ്ട്. കമേലിയ ഒരു പ്രാവശ്യം കൊല്ലത്തിലുണ്ടാവും തോന്നുന്നു അല്ലേ? അതെ, ഒറ്റ പ്രാവശ്യം നിറച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിറച്ച് പൂവുള്ള ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു ഫിഗ് ട്രീ കുഴിച്ചിട്ടതാണ്. ചെറുതാണ്, വളരെ തുടങ്ങിയിട്ടുണ്ട്. ഇത് വേറൊരു പ്ലം ആണ്. വേറൊരു ടൈപ്പ് പ്ലം ആണ്. ഇതിലും ഉണ്ടായിട്ടുണ്ട് കായകള്. പ്ലം ട്രീ ആണ്. പച്ചയായിട്ടേ ഉള്ളൂ. ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത മരത്തിലേക്ക് പോവാം. ഇത് ആപ്രിക്കോട്ട് അല്ലേ? ഗീത, ആപ്രിക്കോട്ടാണ്. ഇത് പഴുത്ത് വരുമ്പോൾ ഇതിന്റെ കളർ നല്ല ഒരു എന്താ പറയാ, ഒരു ഗോൾഡൻ കളറാണ് അല്ലേ? അതെ. ഇത് വെള്ള റോസാണ്. ഞാൻ നിറച്ച് പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും വിൻ്ററിലാണ് ഇതിൻ്റെ സീസൺ. ഇപ്പോഴേ അതിന് ചെറിയ ഓറഞ്ച് മരി ഉണ്ടായിട്ടുണ്ട്, ചെറിയ കായ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിരുന്നല്ലേ? പക്ഷേ ഇതിനെന്താ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ ഓറഞ്ചിൻ്റെ വെയിറ്റ് കൊണ്ട് പല ബ്രാഞ്ചുകളും ഒടിയാൻ തുടങ്ങി. ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ് ഒടിയാണ്ട് നോക്കാം. നമുക്ക് അടുത്ത മരം നോക്കാം. ലക്കോട്ടൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ പഴുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു വലിയൊരു കായ ഉണ്ട്. ഇത് നമ്മുടെ ലക്വാട്ട്, പഴുത്ത ലക്വാട്ടാണ്. നന്നായി പഴുത്തിട്ടുണ്ട്. നല്ല ഷേപ്പുള്ള കുരു അല്ലേ? കുഴപ്പമില്ല, നല്ല ഷേപ്പുള്ള കുരുവാണ്. പക്ഷെ കുരു കഴിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ചെറുതായിട്ട് കട്ടുണ്ട് അല്ലേ? അതെ അതെ, അതിലൊരു ചെറുതായിട്ട് സൈനൈഡിൻ്റെ ഉണ്ടെന്നാ പറയുന്നത്. ആപ്പിളിലും ഉണ്ടെന്നാ പറയണത്. കണ്ടില്ലേ? ഇതിൽ ചിലതിൽ ഒരു കുരു ഉണ്ടാവും, ചിലതിൽ 2, 3 വരെ കണ്ടിട്ടുണ്ട് ഞാൻ.
നല്ല മധുരം, നല്ല ജ്യൂസിയാണ്. നമ്മുടെ ലക്വാട്ട് മരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പേഴ്സിമൺ എന്ന് പറഞ്ഞ മരം ഉള്ളത്. കണ്ടിട്ട് ആ പേഴ്സിമത്തിൻ്റെ ട്രീ ഇതാണ്. ഇതിനും ഒരു ഗോൾഡൻ കളറാണ് പഴുത്ത് കഴിഞ്ഞാൽ. ജസ്റ്റ് ഉണ്ടായിട്ടേ ഉള്ളൂ, ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പം ജസ്റ്റ് സമ്മർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇലകളൊക്കെ വന്നു, ഇലകളൊക്കെ ഗ്രീനായി. ഇനി പൂവ് കഴിഞ്ഞ് ഇനിയിപ്പോൾ കായ ഉണ്ടായി. ഇതൊന്ന് പാകം വരണം. കുറച്ച് 2-3 മാസമെങ്കിലും എടുക്കും ഇത്. റെഡി? ലൂക്ക, what are you doing, Luca? Just following Geetha? ഇതാണ് നമ്മുടെ ജുജൂബി ട്രീ. അപ്പോൾ അതിൻ്റെ ഞങ്ങളിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലെന്താണ് ചെയ്യണത്. അതിന് ശരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് അതിന് നിറച്ച് കായ വരുന്നത്. ഇപ്പം നോക്കൂ, ഇതിൻ്റെ പൂക്കളായിട്ടേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള പച്ച കളറിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത്. ചെറിയ പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല ചിരിക്കണ മാതിരി തോന്നുന്നുണ്ടത്. അപ്പോൾ അതുണ്ടായിട്ടേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഇടാം. ഓരോ സ്റ്റേറ്റിലും ഞാനിങ്ങനെ ചെറിയ വീഡിയോ ഉണ്ടാക്കി ഇടുന്നുണ്ട്. ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞു, സെപ്റ്റംബർ ഒക്ടോബർ ആയി തോന്നുന്നു. ഇത് പിന്നെ നമ്മൾ ഉണ്ടായപ്പോൾ നമുക്കിത് പറിക്കുക എന്നുള്ളൊരു വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ചെറിയ പഴങ്ങളാണ്. അവസാനം നമ്മളിത് കുലുക്കി വീഴ്ത്താന്നുള്ള തീരുമാനമായി. അവസാനം അങ്ങനെ പറിച്ചു. നമ്മൾ മരം കുലുക്കുമ്പോൾ ഇങ്ങനെ തുരുതുരാ വീഴും താഴത്തേക്ക്. പിന്നെ സ്കിന്നാണെങ്കിൽ കുറച്ച് ഹാർഡാണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, വീണാലും ഒന്നും ആവില്ല. ഇത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പൂവാണ്. ഞങ്ങളിതിന് പാരിജാതം എന്നാണ് നാട്ടിൽ പറയുക. നല്ല മണമുണ്ട് ഇതിന്. അപ്പം ഇതിങ്ങനെ നിറച്ചുണ്ടാവും. അപ്പം ഇത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇപ്പം ഉണ്ടാവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിറച്ച് മൊട്ടുണ്ട് ഇതിന്. അതിന് കുറച്ചും കൂടി വെള്ളമൊക്കെ. ഇത് ഏഷ്യൻ പെയർ മരമാണിത്. ഇത് പെയറാണ്. നമ്മുടെ നാട്ടിലെ സബ്രിജൽ എന്ന് വേണമെങ്കിൽ പറയാം. നിറയെ ഉണ്ടായിട്ടുണ്ട്. കണ്ടതാ, ഇതൊക്കെ സബ്രിജലാണ്. ഇത് പക്ഷെ പഴുത്താലൊന്നും നിറം മാറില്ല. ഇത് ഓൾവേസ് ഗ്രീൻ. സബ്രിജൽ തന്നെയാണ്. സബ്രിജൽ അല്ലേ? നമ്മുടെ ആപ്പിളിൻ്റെ ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ അത് വെയിറ്റ് കാരണം ഞാനിവിടെ അതിനൊരു കുത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ കുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് കണ്ടില്ലേ? ഇതാ നിറച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിലൊരു കേടുണ്ടായിരുന്നു. അപ്പോൾ പ്രാവശ്യം ഇനി നോക്കണം എന്താണ്ടാവുന്നത്. നീമോയിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീനായിട്ട് തന്നെ നിൽക്കുള്ളൂ. അതും അധികം വലിപ്പം വരില്ല. അത് നമ്മളിത് ആദ്യം കണ്ടപ്പോൾ ഇത് വലുതാവും എന്ന് വിചാരിച്ച് നിന്നു. പക്ഷേ ഗീതയുടെ ഒരു കൊലീഗ് ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇതിന് ഇത്രേ വലിപ്പം വരുള്ളൂ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മളിത് കളർ മാറുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാനുണ്ടാക്കിയതാണത്. അതിൽ കുറേ മത്തൻ കുഴിച്ചിട്ടു, പല വെറൈറ്റി മത്തൻ കുഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയാണ്. ഉലുവ കുഴിച്ചിട്ട് നോക്കിയതാണ്. ഉലുവ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ചുമന്ന ചീര വന്നിട്ടുണ്ട്. കാണോ അറിയില്ല. പിന്നെ അത് പയറാണ്. പയറ് കുഴിച്ചിട്ടത് അങ്ങനെ വന്നിട്ടൊന്നുമില്ല അതിന്. ഇത് മല്ലി കുഴിച്ചത് കുറച്ചിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഉണ്ടായി വരുന്നേ ഉള്ളൂ. മത്തനാണ്. കരുവേപ്പില ചട്ടിയിൽ വെച്ചതാണ്. കരുവേപ്പില അവിടുന്ന് കൊണ്ടുവന്നാണ്, ചട്ടിയിൽ വെച്ചത്. നമ്മളെ പഴയ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പം അത് ചട്ടിയിലായിരുന്നു. വിന്ററിലെ
നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ പുറത്തേക്ക് എടുത്തതാണ്. ഗ്രാസ് ആണ് ഇത്. നമ്മൾ വാങ്ങിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സ്വപ്ന തന്നതാണ്. ചായയിൽ ഞാൻ ഇടാറുണ്ട്. പിന്നെ നമ്മുടെ നൂഡിൽസ് അങ്ങനത്തേലെല്ലാം ഇടാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. ചായയിൽ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. പിന്നെ വെള്ളം തിളപ്പിച്ച് അടുത്ത ചെടി കറിവേപ്പിലയുടെ തന്നെ അത് ആവണേ ഉള്ളൂ. അത് ശരിയാക്കി എടുക്കണം അതിന്. പിന്നെ ഈ മരങ്ങളൊക്കെ ക്രേപ്പ് മോൾഡിൽ എന്ന് പറയും. അതായത് ഫ്ലവറിങ് ട്രീസ് ആണ്. ഫ്ലവേഴ്സ് 3-4 ഉണ്ട് ഇവിടെ. നമ്മൾ തണുപ്പ് കാലത്ത് പ്രൂൺ ചെയ്യും. ഇതിന്റെ തടി കാണിക്കും. ഇപ്പം നമ്മളിവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ബിർച്ച് ട്രീ എന്ന് പറഞ്ഞാൽ. അത് മുറിച്ച് അതിൻ്റെ നല്ല രസം, അതിൻ്റെ വൈറ്റ് കളറുള്ള ട്രങ്ക്. എന്തെങ്കിലും ഒരു ഓർണമെന്റൽ സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചതാണ്. ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് അഡീഷൻ ഇവിടെ കുഴിച്ചിട്ടതാണിത്. പോമഗ്രാനൈറ്റ്, റെഡ് പോമഗ്രാനൈറ്റ്. ഇതുണ്ട്, ഈ കുറ്റിച്ചെടിയിലൊക്കെ നിറച്ച് പൂക്കൾ വന്നുണ്ട്. ഇതിൽ കുറവാണ് താരതമ്യേന മറ്റേ ചെടികളെ നോക്കുമ്പോൾ ഇതിൽ കുറവാണ്.